വിൻഡോസ് 10 മൈക്രോസോഫ്റ്റ് എഡ്ജ് ബ്രൗസർ. നമ്മൾ ആദ്യം തന്നെ 4 വീഡിയോയിൽ ബ്രൗസറിൻ്റെ ബേസിക് നോക്കിയിട്ടുണ്ട്. അതിന് ഈ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ബ്രൗസറിൽ നമ്മൾ ഒരു 4-5 ടാബിനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടാബിൻ്റെ പൊസിഷന് നിങ്ങളുടെ ആവശ്യത്തിനെ പറ്റി പോലെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ടാബിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം എന്ന് കരുതിയാൽ അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് ആ ടാബ് മുമ്പിൽ വരും. നിങ്ങളുടെ ആവശ്യത്തിനെ പറ്റിയ പോലെ ടാബിൻ്റെ ലൊക്കേഷന് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു 4-5 ടാബിനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടാബൊക്കെ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല, പക്ഷേ ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യമുണ്ടാവും എന്ന് കരുതിയാൽ ഇവിടെ നിങ്ങൾക്ക് ടാബ് അസൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഓപ്ഷനെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഓപ്പണിലുള്ള ടാബ് മുഴുവനും നമുക്ക് ഹൈഡാവും. പുതിയതായിട്ട് നമ്മൾ ഒരു ബ്രൗസറിനെ ഓപ്പൺ ചെയ്താൽ എങ്ങനെ ഓപ്പൺ ആവുമോ അതുപോലെ നമുക്ക് ഓപ്പൺ ആവും. നമ്മൾ ആദ്യമേ ഉണ്ടായ ടാബ് മുഴുവനും ഹൈഡാണ് ചെയ്തിട്ടുള്ളത്, ക്ലോസ് ചെയ്തിട്ടില്ല. ആ ഹൈഡ് ചെയ്ത ടാബൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആദ്യമേ നമ്മൾ ഓപ്പണിൽ വെച്ച ടാബ് മുഴുവനും കാണിക്കും. ഇവിടെ ഏത് ടാബിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുവോ ആ ടാബ് നമുക്ക് ബ്രൗസറിൻ്റെ അകത്ത് ഓപ്പൺ ആവും. ആദ്യമേ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ച ഈ ടാബൊന്നും ആവശ്യമില്ല എന്ന് കരുതിയാൽ ഇവിടെ തന്നെ അതിന് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു സമയത്ത് കുറേ ടാബിനെ ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ടാബും ക്ലോസ് ചെയ്യാതെ നിങ്ങൾ ഹൈഡ് ചെയ്തിട്ട് പുതിയതായിട്ട് ബ്രൗസറിന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. ഈ ടാബ് നമുക്ക് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ ഓൾഡ് ടാബൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. എഡ്ജ് ബ്രൗസറിൽ ഒരു വെബ്സൈറ്റിന് നിങ്ങൾക്ക് ടാസ്ക് ബാറിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിൽ പിൻ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിന് നമ്മൾ ഈ ന്യൂ ടാബിനെ സെലക്ട് ചെയ്തിട്ട് ഗൂഗിൾ സെർച്ചിന് ഓപ്പൺ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഈ ഗൂഗിൾ സെർച്ചിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യും എന്ന് കരുതിയാൽ ഈ ഗൂഗിൾ സെർച്ച് പേജ് തന്നെ നമുക്ക് ടാസ്ക് ബാറിൽ സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ സേവ് ചെയ്യണം എന്ന് കരുതിയാൽ നമ്മൾ ഏത് പേജിന് ടാസ്ക് ബാറിൽ പിൻ ചെയ്യണം എന്ന് കരുതുന്നുവോ ആ പേജിന് ആദ്യം ഓപ്പൺ ചെയ്ത് വെക്കണം. എന്നിട്ട് ഈ സെറ്റിങ്ങിൽ വന്നാൽ പിൻ ദിസ് പേജ് ടു ടാസ്ക് ബാർ, പിൻ ദിസ് പേജ് ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ടാസ്ക് ബാറിന് സെലക്ട് ചെയ്യുന്നുണ്ട്, ഈ ബ്രൗസറിന് ക്ലോസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യമേ ഗൂഗിളിന് ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഗൂഗിൾ സെർച്ച് ഓപ്പൺ ആവും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെയിലാണ് നോക്കുന്നത് എങ്കിൽ ഇതുപോലെ മെയിൽ പേജിനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിന് ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് മെയിൽ പേജിനെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മൾ ടാസ്ക് ബാറിൽ പിൻ ചെയ്ത പോലെ തന്നെ സ്റ്റാർട്ടിലും നമുക്ക് പിൻ ചെയ്യാൻ പറ്റും. ഈ സെറ്റിങ്ങിന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. താഴെ സ്റ്റാർട്ടിൽ പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി സെറ്റിങ്ങിനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. മുകളിൽ ന്യൂ വിൻഡോ എന്നുള്ള ഓപ്ഷനെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബ്രൗസർ ഒരു പുതിയ വിൻഡോയിൽ ഓപ്പൺ ആവും. ഇത് ക്ലോസ് ചെയ്യുക. ഇവിടെ തന്നെ നമുക്ക് ന്യൂ ഇൻ പ്രൈവറ്റ് വിൻഡോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നോക്കാം. നമുക്ക് തനിച്ച് ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ആ വിൻഡോയിൽ മുകളിൽ ഇൻ പ്രൈവറ്റ് എന്നുള്ള ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്. ഈ ഇൻ പ്രൈവറ്റ് വിൻഡോയിൽ നോർമലായിട്ട് നിങ്ങൾ എങ്ങനെ ബ്രൗസ് ചെയ്യുമോ അതേപോലെ അഡ്രസ്സിനെ ടൈപ്പ് ചെയ്തിട്ട് ബ്രൗസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഇൻ പ്രൈവറ്റിൽ എഡ്ജിനെ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾ എന്തൊക്കെ സൈറ്റാണ് ഓപ്പൺ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ള യാതൊരു ഇൻഫർമേഷനും ബ്രൗസറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യില്ല. നോർമലായിട്ട് നിങ്ങൾ ബ്രൗസറിൽ ബ്രൗസ് ചെയ്താൽ നിങ്ങൾ എന്തൊക്കെ പേജാണ് നോർമൽ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള ഇൻഫർമേഷന് നിങ്ങൾക്ക് ബ്രൗസറിൻ്റെ ഹിസ്റ്ററിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഹിസ്റ്ററിനെ ക്ലിക്ക് ചെയ്താൽ തന്നെ ഇതിൻ്റെ മുമ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്ത പേജിൻ്റെ ഇൻഫർമേഷൻ എല്ലാം നോക്കാൻ പറ്റും. ഇത് തന്നെ നിങ്ങൾ ഇൻ പ്രൈവറ്റിൽ ബ്രൗസറിനെ ഓപ്പൺ ചെയ്തിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സൈറ്റിൻ്റെ ഇൻഫർമേഷൻ ഒന്നും തന്നെ ഹിസ്റ്ററിൻ്റെ അകത്ത് എഴുതില്ല. അതേപോലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ ഇൻഫർമേഷൻ ഇൻ്റർനെറ്റിനെ ബ്രൗസ് ചെയ്യുമ്പോൾ കുക്കീസൊക്കെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ആവും. ഈ ഇൻഫർമേഷൻ യാതൊന്നും ഹിസ്റ്ററിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ബ്രൗസ് ചെയ്യുന്ന സൈറ്റിൻ്റെ ഇൻഫർമേഷൻ ഒന്നും തന്നെ ഫ്യൂച്ചറിൽ ആരും നോക്കാൻ പാടില്ല എന്ന് കരുതിയാൽ ഈ പ്രൈവറ്റ് വിൻഡോവിനെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രൈവറ്റ് വിൻഡോവിനെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ബ്രൗസറിൽ നിങ്ങൾക്ക് സൂമിങ് ഓപ്ഷൻ ഉണ്ട്. ഈ സൂമിങ് ഓപ്ഷനെ യൂസ് ചെയ്യുന്നതിന് പകരം കൺട്രോൾ കീനെ പ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിനെ പറ്റിയ പോലെ സൂം ചെയ്യാൻ പറ്റും. കൺട്രോൾ കീനെ പ്രസ് ചെയ്തിട്ട് മൗസിനെ ഫോർവേഡിൽ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് സൂമിങ് ഇൻക്രീസ് ആവും. കൺട്രോളിനെ പ്രസ് ചെയ്തിട്ട് മൗസ് വീലിനെ റിവേഴ്സിൽ റൊട്ടേറ്റ് ചെയ്താൽ സൂമിങ് നിങ്ങൾക്ക് ചെറുതാവും. ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിനെ പറ്റിയ പോലെ സൂമിങ്ങിനെ സെറ്റ് ചെയ്യാൻ പറ്റും.
പക്ഷേ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് 100, 125, 150 എന്ന് ഫിക്സഡ് സൈസാണുള്ളത്. നമ്മളിപ്പോൾ നോർമലായിട്ടാണ് ബ്രൗസറിനെ ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യുന്നത്. ഈ ബ്രൗസറിൽ തന്നെ ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മുകളിലുണ്ടായ അഡ്രസ് ബാർ മുഴുവനും ക്ലോസ് ആവും. മോണിറ്റർ മുഴുവനും നിങ്ങൾക്ക് വെബ് പേജാണ് കാണിക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് വായിക്കാനൊക്കെ പറ്റും. ഇതുപോലെ ഫുൾ സ്ക്രീനിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അഡ്രസ് ബാറിനെ നോക്കണം എന്ന് കരുതിയാൽ മൗസിനെ മുകളിൽ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് അഡ്രസ് ബാർ കാണിക്കും. അങ്ങനെ അല്ലെങ്കിൽ കീബോർഡിൽ F11 കീനെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോർമൽ വിൻഡോയിലേക്ക് വന്നളയും. ഫുൾ സ്ക്രീൻ മോഡിലേക്ക് പോകാൻ തിരിച്ച് വരാൻ നിങ്ങൾക്ക് F11 കീനെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ബ്രൗസറിൽ MSNൽ ഒരു ലിങ്കിന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഈ ലിങ്കിനെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഈ പേജിൻ്റെ ഇൻഫർമേഷൻ ഇടത്തെ ഭാഗത്താണുള്ളത്. പക്ഷേ വലത്തെ ഭാഗത്തൊക്കെ നോക്കിയാൽ ആവശ്യമില്ലാത്ത അഡ്വർടൈസ്മെൻറ്റ് കുറേ ഉണ്ടാവും. നിങ്ങൾ ഈ ആർട്ടിക്കിളിന് വായിക്കാൻ പോവുകയാണെങ്കിൽ വലത്തെ ഭാഗത്തുള്ള ഈ അഡ്വർടൈസ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടാവും. ബ്രൗസറിൽ തന്നെ അവർ റീഡ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ റീഡ് മോഡിനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസറിൽ ഈ ആർട്ടിക്കിളുടെ ഇൻഫർമേഷൻ മാത്രമേ കാണിക്കുള്ളൂ. നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ഒന്നും തന്നെ ആ പേജിൽ കാണിക്കില്ല. മുകളിൽ റീഡ് മോഡിന് അവർ ബട്ടൺ തന്നിട്ടുണ്ട്. Ctrl+Shift+R കീനെ പ്രസ് ചെയ്താലും നിങ്ങൾക്ക് റീഡ് മോഡിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഈ റീഡ് മോഡിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്തതും നമുക്ക് ആർട്ടിക്കിളുടെ വായിക്കാനുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പേജിലുണ്ടായ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ മുഴുവനും റിമൂവ് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു പേജിൽ ഇമ്പോർട്ടൻ്റായ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് കരുതിയാൽ ഈ റീഡ് മോഡിനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആർട്ടിക്കിളിനെ മാത്രം ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. ഈ റീഡ് മോഡിന് ഇപ്പോൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു പേജിനെ പ്രിൻറ്റ് ചെയ്യണം എന്ന് കരുതിയാലും പ്രിൻറ്റിങ്ങിൽ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ കുറേ പ്രിൻ്റ് ആവും. ഒരു എക്സാമ്പിളിന് നമ്മൾ ഈ വെബ് പേജിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്രിൻറ്റിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. പ്രിൻറ്റിൽ നോക്കിയാൽ മുകളിൽ കാണിക്കുന്ന ഈ ഇൻഫർമേഷനൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ഇൻഫർമേഷനാണ്. ഈ ആർട്ടിക്കിളുടെ ഇൻഫർമേഷൻ മാത്രമാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. പ്രിൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ക്ലട്ടർ ഫ്രീ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ക്ലട്ടർ ഫ്രീ പ്രിൻറ്റിങ്ങിനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിക്കിളിലുള്ള ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ മുഴുവനും റിമൂവ് ആവും. ആർട്ടിക്കിളുടെ ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഒരു വെബ് പേജിനെ പ്രിൻറ്റ് ചെയ്യണം എന്ന് കരുതിയാൽ പ്രിൻറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്ലട്ടർ ഫ്രീ പ്രിൻറ്റിങ്ങിനെ ഓൺ ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്താൽ ആവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രം നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ വെബ് പേജിലും നിങ്ങൾക്ക് ഈ റീഡിംഗ് മോഡിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിളിന് നമ്മൾ വിക്കിപീഡിയാവിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അവർ വിക്കിപീഡിയാവിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കിയാൽ വായിക്കാൻ പറ്റുന്ന പോലെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വിക്കിപീഡിയയിൽ ആവശ്യമില്ലാത്ത അഡ്വർടൈസ്മെൻറ്റ് ഒന്നും തന്നെ അവർ ആഡ് ചെയ്തിട്ടില്ല. ഇതുപോലെ പേജ് ക്ലീൻ ആയിട്ടുള്ളത് കൊണ്ട് മുകളിൽ നിങ്ങൾക്ക് റീഡിംഗ് മോഡ് ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ പേജിന് നമ്മൾ പ്രിൻറ്റ് ചെയ്യണം എന്ന് കരുതിയിട്ട് പ്രിൻറ്റിനെ സെലക്ട് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ക്ലട്ടർ ഫ്രീ പ്രിൻറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ തന്നെ ഉണ്ടാവില്ല. കാരണം ഈ പേജിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റിലും റീഡിംഗ് ഓപ്ഷൻ ഉണ്ടാവില്ല. ചില സൈറ്റിൽ മാത്രമേ നിങ്ങൾക്ക് റീഡിംഗ് എനേബിൾ ആയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ സ്റ്റോറിനെ ഓപ്പൺ ചെയ്തിട്ട് ട്രാൻസ്ലേറ്റർ ഫോർ എഡ്ജ് എന്നുള്ള ഒരു സോഫ്റ്റ്വെയറിനെ സെർച്ച് ചെയ്യുന്നുണ്ട്. താഴെ ട്രാൻസ്ലേറ്റർ ഫോർ എഡ്ജിനെ സെലക്ട് ചെയ്തിട്ട് ഗെറ്റിനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ലോഡായി കഴിഞ്ഞു. ലാഞ്ചിനെ സെലക്ട് ചെയ്താൽ ബ്രൗസറിൽ ഈ എക്സ്റ്റൻഷനെ ആഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ടേൺ ഇറ്റ് ഓൺ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആർട്ടിക്കിളൊക്കെ വായിക്കുമ്പോൾ അത് ഇംഗ്ലീഷിൽ തന്നെ വായിക്കണം എന്നുള്ള നിർബന്ധമില്ല. നമ്മളുടെ ആവശ്യത്തിനെ പറ്റിയ പോലെ ലാംഗ്വേജിനെ ചേഞ്ച് ചെയ്തിട്ട് വായിക്കാൻ പറ്റും. നമ്മൾ ബ്രൗസറിനെ ഒരിക്കൽ റിഫ്രഷ് ചെയ്തതും ഇവിടെ ട്രാൻസ്ലേറ്റ് ദിസ് പേജ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നു കഴിഞ്ഞു. ഇതിന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിലുള്ള ഈ പേജിന് നമ്മളുടെ ആവശ്യത്തിനെ പറ്റിയ പോലെ ഇന്ത്യൻ ലാംഗ്വേജിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അവർ എല്ലാ ലാംഗ്വേജും ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഇത് അവർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സാമ്പിളിന് നമ്മൾ തമിഴിലേക്ക് ഇതിനെ മാറ്റി നോക്കുന്നുണ്ട്. ഇൻഫർമേഷൻ മുഴുവനും തമിഴിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോഴാണ് അവർ ഇന്ത്യൻ ലാംഗ്വേജ് കുറേ ആഡ് ചെയ്യുന്നത്. ഇനിയും അവർ മലയാളം ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. ഫ്യൂച്ചറിൽ അവർ മലയാളവും ഇവിടെ ആഡ് ചെയ്യും. ഇവിടെ അവർ എല്ലാ ലാംഗ്വേജും ആഡ് ചെയ്ത പിന്നെ ഇൻ്റർനെറ്റിലുള്ള എല്ലാ വെബ് പേജും നമ്മളുടെ ഓൺ ലാംഗ്വേജിൽ തന്നെ നമുക്ക് വായിക്കാൻ പറ്റും. നിങ്ങൾ ഏത് വെബ്സൈറ്റിന്
ഓപ്പൺ ചെയ്താലും ആ വെബ്സൈറ്റിന് നിങ്ങളുടെ ആവശ്യത്തിന് ലാംഗ്വേജിനെ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. നിങ്ങൾ വെബ്സൈറ്റിന് പെർമനൻ്റായിട്ട് നിങ്ങളുടെ ഓൺ ലാംഗ്വേജിലാണ് വായിക്കാൻ പോകുന്നത് എങ്കിൽ ആൾവേസ് ട്രാൻസ്ലേറ്റ് എന്നുള്ളതിനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ താഴെ ട്രാൻസ്ലേറ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന എല്ലാ വെബ് പേജും നിങ്ങൾ സെലക്ട് ചെയ്ത ലാംഗ്വേജിൽ തന്നെയാണ് ഓപ്പൺ ആവുക. പക്ഷേ മുകളിൽ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ വേണം ടൈപ്പ് ചെയ്തിട്ട് വെബ്സൈറ്റൊക്കെ ഓപ്പൺ ചെയ്യാൻ. ഈ ട്രാൻസ്ലേറ്റർ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് കരുതിയാൽ ഈ എക്സ്റ്റൻഷന് നമുക്ക് ഓഫ് ചെയ്യാനും പറ്റും. ഒരു എക്സാമ്പിളിന് ഇവിടെ എക്സ്റ്റൻഷൻ സെലക്ട് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റർ ഇപ്പോൾ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ടെമ്പററി ആയിട്ട് അതിന് ഓഫ് ചെയ്യാനും പറ്റും, അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. നമ്മളിപ്പോൾ ഒരു 4-5 വെബ് പേജിനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ടാബിലും എന്ത് വെബ് പേജിനാണ് ഓപ്പൺ ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കാൻ ഓരോ ടാബിലും മൗസിനെ പ്ലേസ് ചെയ്തിട്ട് പ്രിവ്യൂ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗൺ ആരോ തന്നിട്ടുണ്ട്. ഈ ഡൗൺ ആരോവിനെ പ്രസ് ചെയ്താൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ ടാബിലും എന്താണ് ഇൻഫർമേഷൻ ഉള്ളത് എന്നുള്ള പ്രിവ്യൂ നിങ്ങൾക്ക് കാണിക്കും. ഇപ്പോൾ നമ്മൾ ഈ പേജിൽ നിന്ന് ഏത് പേജിനെ ഓപ്പൺ ചെയ്യണം എന്ന് നോക്കിയിട്ട് ആ പേജിനെ ക്ലിക്ക് ചെയ്താൽ ആ പേജ് താഴെ നമുക്ക് ഓപ്പൺ ആവും. ഈ ആൾ ടാബ് പ്രിവ്യൂ നമുക്ക് ആവശ്യമില്ല എന്ന് കരുതിയാൽ ഈ ആരോവിനെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നോർമൽ വിൻഡോയിലേക്ക് വരും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എഡ്ജിനെ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.